ഞാൻ ആദ്യം ആർട്ടിലാണ് വർക്ക് ചെയ്തത്, പിന്നെ അതിനുശേഷം കോസ്റ്റ്യൂമിലാണ് വർക്ക് ചെയ്തത്. കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീ എന്ന് പറയുന്ന സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ റോണക്സ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. റോണക്സ് ആണ് എൻ്റെ മനസ്സിലേക്ക് ഈ മേക്കപ്പ് എന്ന് പറയുന്ന സാധനം കുത്തിവെച്ചത്. റോണ ഇങ്ങനെ ഓരോ ദിവസവും റോണയുടെ കഥകളും കാര്യങ്ങളും പറഞ്ഞ് സിനിമയിൽ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഫുള്ള് റോണയോട് കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, റോണ ചിരിക്കുക, നമ്മളെ ചിരിപ്പിക്കാത്തതും നമ്മളെ സമയമേ ഇല്ല. ഫുൾ ടൈമും ആള് നമ്മളെ എപ്പോഴും നമ്മളെ നെഗറ്റീവ് തോട്ടിലോട്ട് വിടത്തേ ഇല്ല. ഫുൾ ടൈമും പുള്ളി ഇങ്ങനെ പോസിറ്റീവ് വൈബ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റോണയാണ് ശരിക്കും എന്നിലേക്ക് ആ മേക്കപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. അപ്പം ഞാൻ ഈ കോസ്റ്റ്യൂം വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് ഞാൻ സിനിമയെല്ലാം നിർത്തി, ചേട്ടൻ വിളിച്ചു, എടവാ നമുക്ക് മുംബൈ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ്റെ കൂടെ പോയി. അവിടെ ഒരു കമ്പനി, അവൻ്റെ കമ്പനി തന്നെ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മറ്റേ കുറച്ച് പരിപാടികളൊക്കെ അവന് മറ്റേ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം, അതായത് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ചേട്ടൻ്റെ ഒരു 10 രൂപ കോയിൻ ഉണ്ട്. അപ്പോൾ 10 രൂപ മേടിക്കും, എന്നിട്ട് അവിടെ പോയിട്ട് കോയിൻ മാറും, 10 കോയിൻ കിട്ടും അന്നേരം. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഈ മുംബൈയിലല്ലേ, അപ്പോൾ ഇവിടെ ഇതിനകത്തിടാം, കോയിൻ ബോക്സിലിടാം. അതിന് ഞാൻ വിളിക്കും. അപ്പോൾ റോണ ഇങ്ങനെ പറയും, എടാ നിന്നെ അവർ തിരക്കി, ഇവർ തിരക്കി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി നിങ്ങളെല്ലാം തിരക്കി അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എനിക്കാണ് ഇതൊക്കെ കേട്ടിട്ട്, ഞാൻ 5ാമത്തെ മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് ഞാൻ ഇപ്പം വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ ഈസ്റ്ററായി, ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു.